സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പരസ്യ പ്രസ്താവന നടത്തുന്നത് ഒരു കോൺഗ്രസ് നേതാവിനും ചേർന്നതല്ലെന്ന് സണ്ണി ജോസഫ്. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങരുത്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള പൂർണ്ണ ചുമതല ഹൈക്കമാൻഡിനാണെന്നും കെ.പി.സി.സി അധ്യക്ഷൻ പറഞ്ഞു. അതേസമയം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രനും ഡൽഹിയിൽ നിന്ന് ശരത് ലാലുമാണ് ചേരുന്നത്. ആദ്യം മഹേഷ് ചന്ദ്രനിലേക്ക് പോയാൽ, മഹേഷ്, ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഇത് കോൺഗ്രസിന്റെ ഒരു ജനിതകമായ ഒരു പ്രശ്നം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു രീതി തന്നെയാണ് ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിലുള്ള പ്രശ്നങ്ങൾ പരസ്യമായി പറയുക. ഇതിനു മുമ്പുള്ള ഒരു വികാര വിക്ഷോഭമൊക്കെ ഇതൊക്കെ എല്ലാ കാലത്തും കേരളത്തിലുള്ളവർ മുഴുവൻ കണ്ടതാണ്. അപ്പോൾ ശീലിച്ചു വന്ന ഈ കാര്യം ഇത്തവണ ഉണ്ടാവരുത് എന്നാണല്ലോ കെ.പി.സി.സി അധ്യക്ഷൻ പറയുന്നത്. കാരണം ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഡു ഓർ ഡൈ തിരഞ്ഞെടുപ്പ് തന്നെയാണല്ലോ. ആ അർത്ഥത്തിലല്ലേ അതിനെ കാണുന്നത്? ഷാമി, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ നേരത്തെ നടത്താനുള്ള ഒരുക്കത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീണ്ടുപോയ സാഹചര്യത്തിൽ ഈ പ്രഖ്യാപനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നീണ്ടുപോവുകയാണ്. ഈ ഘട്ടത്തിലാണ് പലരും സ്ഥാനാർത്ഥികളായി സ്വയം രംഗത്തിറങ്ങുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റുള്ളവർ വരുന്നു, പോസ്റ്ററുകൾ പതിക്കുന്നു. ചില സ്ഥാനാർത്ഥികൾ ആവാൻ സാധ്യതയുള്ളവർക്കെതിരെയുള്ള പ്രചരണങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പുമായിട്ട് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചുമതല, തീരുമാനിക്കുന്ന ചുമതല ഹൈക്കമാൻഡിനാണ്. അതുകൊണ്ട് തന്നെ ആരും സ്വയം പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥിയാകാൻ മുതിരരുതെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ, സ്ഥാനാർത്ഥികളായി ആരെയും പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അക്കാര്യമൊക്കെ നേരത്തെ രേഖാമൂലം അറിയിക്കണം. പരസ്യ പ്രസ്താവനകളോ അതിനുവേണ്ടി പ്രത്യേക യോഗങ്ങളോ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ചില സീറ്റുകളിൽ ഘടകകക്ഷികളെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില നേതാക്കളും അതുപോലെ തന്നെ ചില ഘടകങ്ങളൊക്കെ തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. ഇത് തീർത്തും അച്ചടക്ക ലംഘനമാണ്. UDFന്റെ കാര്യത്തിൽ, ഘടകകക്ഷിയുടെ കാര്യത്തിൽ വിഭജനം തീരുമാനിക്കേണ്ട നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പ്രസ്താവന നടത്തിയാൽ അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കുന്ന മുന്നറിയിപ്പ് കൂടി സണ്ണി ജോസഫ് നൽകുന്നു. ശ്യാമിലെ, ശരി. അതേസമയം ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ശരത് ലാലാണ് അവിടെ നിന്നും ചേരുന്നത്. ശരത് ലാൽ, അറിയേണ്ടത് എല്ലാ സിറ്റിംഗ് MLA-മാർക്കും സീറ്റ് ഉണ്ടാകുമോ ഇത്തവണ, മറ്റൊന്ന് MP-മാർ മത്സരിക്കുമോ, ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ്. ഒപ്പം ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയോടുകൂടി ഈ സ്ഥാനാർത്ഥിയുടെ അന്തിമ പട്ടിക തയ്യാറാകുമോ? ഷാമിലി, അതുതന്നെയാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം 2 മണിക്കാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഇത് സംബന്ധിച്ച് കാരണം പ്രാഥമിക ചർച്ചകളൊക്കെ കേരള ഹൗസ് കേന്ദ്രീകരിച്ച് കെ.പി.സി.സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഔദ്യോഗികമായിട്ട് തന്നെ 2 മണിക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ടാകും. ഇന്ന് 12 മണിക്ക് പാർലമെന്റിൽ വെച്ച കെ.സി. വേണുഗോപാലും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായിട്ട് രമേശ് ചെന്നിത്തല ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തല കേരള ഹൗസിലെത്തുകയും VD സതീശനുമായി ചർച്ച നടത്തിയത്. ഏതായാലും ഈ തരത്തിലുള്ള നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾ കേരള ഹൗസിൽ നടക്കുന്നു. 2 മണിക്ക് സ്ക്രീനിംഗ് കമ്മിറ്റിയാണ്. ഇതിൽ സിറ്റിംഗ് MLA-മാർക്ക് 20 പേരാണ് സിറ്റിംഗ് മേയറുള്ള, 22 പേരാണ്. 2 പേർ അതായത് പാലക്കാടും അതേപോലെ തന്നെ തൃപ്പൂണിത്തുറയും പുതിയ സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ബാക്കി 20 പേർക്ക് പൂർണ്ണമായി മത്സരിക്കാൻ അനുവാദം നൽകുമെന്നായിരുന്നു നേരത്തെ. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ എൽദോ കരുണാപ്പള്ളിയെ സംബന്ധിച്ച് കുറച്ച് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അക്കാര്യത്തിലൊരു തീരുമാനം ഏതായാലും സ്ക്രീനിംഗ് കമ്മിറ്റിയിലുണ്ടാകും. എൽദോക്ക് സീറ്റ് ലഭിക്കുമെന്ന് തന്നെ ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും ആ കാര്യം കൂടി തീരുമാനം. പിന്നെ അതുപോലെ തന്നെ കെ. സുധാകരൻ, അടൂർ പ്രകാശ് അടക്കമുള്ള MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലുണ്ടാകും. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉപരി കേരളത്തിലെ മുഴുവൻ നേതാക്കളും പങ്കെടുക്കുന്ന യോഗമാണ്. കെ.പി.സി.സിയുടെ നേതാക്കളായ രമേശ് ചെന്നിത്തല, അതേപോലെ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, VD സതീശൻ, അതേപോലെ പിന്നെ വിഷ്ണുനാഥ്, വർക്കിംഗ് പ്രസിഡന്റ് വിഷ്ണുനാഥ്, K.C. വേണുഗോപാൽ അടക്കമുള്ള മുഴുവൻ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ഇന്ന് 2 മണിക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി നേതൃത്വത്തിൽ ചേരുന്നത്. അവിടെ വെച്ച് തന്നെ നേരത്തെ തയ്യാറാക്കിയ 40ഓളം പേരുകളിൽ സംബന്ധിച്ച വ്യക്തത വരും. കട്ടിയൂർക്കാപ്പിൽ അതേപോലെ തന്നെ ഒറ്റ പേരിന് വട്ടിക്കാരൻ K. മുരളീധരൻ, അതേപോലെ TN പ്രതാപൻ തുടങ്ങിയ TM ബൽറാം തുടങ്ങിയ പേരുകളൊക്കെ ഒറ്റ പേരുകളാണ്. ഇതൊക്കെ ചേർത്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നാളെ നടക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കോൺഗ്രസ് പാർട്ടിയുടെ CEC-യിൽ ഈ പേരുകൾ വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെയും നാളത്തെയും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പ്രധാന ചുമതല. അക്കാര്യത്തിൽ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. ഏതായാലും MP-മാർ വിഷയത്തിലാണ് ഷാമിലി ഒരു പ്രശ്നമുള്ളത്. MP-മാരുടെ കാര്യത്തിൽ ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.